റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ച് ഒരുപാട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂക്ലിയർ ഫ്യൂവലാണ്. അടുത്ത 20 വർഷത്തേക്ക് 2045 വരെയും ഇന്ത്യൻ മാർക്കറ്റ് ആരെക്കൊണ്ടും ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. മാത്രവുമല്ല, എന്ത് വേണമെങ്കിലും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. പ്രധാനമായും ന്യൂക്ലിയർ ഫ്യൂൽ ടെക്നോളജിയിൽ പ്രത്യേക ചില ടെക്നോളജീസ് ഇന്ത്യക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ 8500 കോടിയാണ്. സാധാരണ വലിയ വലിയ ആയുധങ്ങൾ വാങ്ങുമ്പോഴും 2 രാജ്യങ്ങൾക്കിടയിൽ വലിയ കരാറുകൾ ഉണ്ടാകുമ്പോഴുമാണ് ഇത്രയും $1 ബില്യൺ ബിസിനസ്സൊക്കെ നമുക്കൊണ്ട് കാണാൻ കഴിയുക. കാരണം ഒരു പ്രോജക്റ്റിന്റെ എഗ്രിമെന്റ് വാല്യൂ 2 ബില്യൺ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ലാഭമായിരിക്കും ആ രാജ്യത്തിന് നൽകുക. അപ്പോൾ പിന്നെ $4 ബില്യൺ ആണ്. ഇത്രയും മൂല്യമുള്ളൊരു കരാറാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയുമായി മേക്ക് ചെയ്തിരിക്കുന്നത്. അതും ഇന്ത്യക്കുള്ളിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു കരാർ. ഇത് റഷ്യയ്ക്കും വലിയൊരു റിസ്ക് ഫാക്ടർ നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. ഒരല്പം വ്യത്യസ്തമായ വീഡിയോ ആണിത്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പുട്ടിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ ഈ വീഡിയോ ആരംഭിക്കണം. ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂൽ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങളാണ് അവിടെ വന്നത്. ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യത്തിന് ഒരു പ്രത്യേക അളവ് പൂർത്തിയാക്കുന്നത് ന്യൂക്ലിയർ പവേർഡ് ഇലക്ട്രിസിറ്റി ആണ്. കാരണം ഇന്ത്യയുടെ പക്കൽ സ്മോൾ റിയാക്ടേഴ്സ് മുതൽ ഹെവി വാട്ടർ റിയാക്ടേഴ്സോളം ഉണ്ട്. മൊത്തത്തിൽ 22ഓളം ആണവ നിലയങ്ങളുണ്ട്. അത്രയും റിയാക്ടേഴ്സ് ഉണ്ട്. ഓരോ ആണവ നിലയങ്ങളിലെയും 3-4 റിയാക്ടേഴ്സിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കണം, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അടുത്തിടെ നടത്തിയ ബഡ്ജറ്റിൽ പോലും ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ആരും അറിയാത്തൊരു കാര്യം, പുടിൻ വിസിറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ കൂടംകുളം 3ാമത്തെയും 4ാമത്തെയും ആണവ റിയാക്ടറിൽ ലൈഫ് ടൈമിന് ആവശ്യമായ എൻറിച്ച്ഡ് യുറേനിയം ഫ്യൂവൽ റോഡ്സ് റഷ്യ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് അല്ല. പുടിൻ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ മെസ്സേജ് ആണ്. ഇന്ത്യക്ക് നൽകിയ മെസ്സേജ് എന്നതിനപ്പുറം അമേരിക്കയ്ക്ക് ഇവിടെ ഞാനാണ് കിങ്, ഇന്ത്യയുടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സാങ്ഷൻ നൽകാം, പക്ഷേ ഇവിടെ നിങ്ങളെ കൊണ്ട് കയറാൻ കഴിയില്ല എന്ന് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2005 ആ ഒരു കാലഘട്ടം. ഈ 2005 മുതൽ 2009 ഇന്ത്യ പല തരത്തിലുള്ള ടെസ്റ്റ് നടത്തിയിരുന്നു. കാരണം ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഇന്ത്യയെ ഡയറക്റ്റ് ബാധിക്കാൻ തുടങ്ങി. പ്രധാനമായും ന്യൂക്ലിയർ എനർജി പീസിന് വേണ്ടി യൂസ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ നിന്ന് പോലും ഇന്ത്യയെ പുറത്താക്കി. ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ പോലും ഇന്ത്യ സൈൻ ചെയ്തില്ല. അതായത് ആണവോർജ്ജം ഞങ്ങൾ കൈവിടാൻ പോകുകയാണ്, ഇതിനുശേഷം ഞങ്ങൾ യാതൊരു ടെസ്റ്റും നടത്തില്ല എന്ന എഗ്രിമെന്റിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഇവിടെ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവയെല്ലാം 2005 പതിയെ മാറി. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബുഷ് ഇതിൽ നിന്നും ഇന്ത്യയെ പുറത്താക്കി. എന്നാൽ ഇതിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഉദ്ദേശിച്ചത് ഒന്നായിരുന്നു, പക്ഷെ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇവർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധം നീക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ആണവ നിലയങ്ങളിൽ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. ഈ ആണവ നിലയങ്ങൾക്ക് ആവശ്യമായ ക്രിട്ടിക്കൽ എഞ്ചിൻസ്, ക്രിട്ടിക്കൽ ടെക്നോളജീസ്, പ്രധാനമായും പറയണമെങ്കിൽ ഈ ആണവ നിലയങ്ങൾക്ക് ആവശ്യമായ യുറേനിയം ഫ്യൂവൽ റോഡ്സ്, പ്ലൂട്ടോണിയം, എന്തായിരുന്നാലും ഇത് ഇന്ത്യക്ക് നൽകുന്നതിന് അമേരിക്കൻ മാർക്കറ്റ് ആക്സസ് ചെയ്തേ മതിയാകൂ. അങ്ങനെ ആക്സസ് ചെയ്താൽ വർഷത്തിൽ ആയിരക്കണക്കിന്, ഏകദേശം ഒരു 20,000 കോടിയോളം ഇന്ത്യയുടെ പക്കൽ നിന്നും ഇവർക്ക് ലാഭമായി തന്നെ സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പോലെ തുടക്കത്തിൽ തോന്നിയാലും അതിലൂടെ ലഭിക്കുന്ന ലാഭം അവർക്ക് അധികമാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന അമേരിക്ക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടി വന്ന അമേരിക്കയ്ക്ക് ഇന്ന് വരെയും ഇന്ത്യയുടെ അറ്റോമിക് എനർജി മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഒരു ഓഫറിന്റെ ഫലം ഇപ്പോൾ റഷ്യ അനുഭവിക്കുകയാണ്. ഇങ്ങനെ അമേരിക്കയ്ക്ക് നമ്മുടെ ന്യൂക്ലിയർ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം റഷ്യയുടെ പദ്ധതി മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ളൊരു പ്രധാനപ്പെട്ട നിയമമാണ് CLNDA, ഇന്ത്യാസ് സിവിൽ ലയബിലിറ്റി പ്രോ ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. ഇത് 2010 കൊണ്ടുവന്ന നിയമമാണ്. ഇത് ഇന്റർനാഷണൽ നിയമ വ്യവസ്ഥയിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ്. പൊതുവെ ഈ ആണവോർജ്ജ ഉൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ നിയമം പറയുന്നത്, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പക്കൽ പൂർണ്ണമായും ഒരു ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ടാകില്ല. കാരണം ഇന്ന് ചില രാജ്യങ്ങളുടെ പക്കൽ മാത്രമേ അതുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയുമാണ്. അപ്പോൾ അമേരിക്കയുടെ നിയമം, ഇന്റർനാഷണൽ നിയമം പറയുന്നത്, ഇവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങളാണ്. ഇന്ത്യക്ക് ഒരു ആണവോർജ്ജ ടെക്നോളജി കൊടുക്കുകയാണ്, അതിന്റെ മെഷീനറീസ് നൽകുന്നു, അതിനായിട്ടുള്ള എഞ്ചിനീയേഴ്സിനകത്തേക്ക് അയക്കുന്നു. ഏതെങ്കിലും ഒരു അപകടം അവിടെ സംഭവിച്ച്, ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ, ഒരു ആക്സിഡന്റ് അവിടെ സംഭവിച്ചാൽ അതിന്റെ ഇൻഷുറൻസ് അത് അമേരിക്ക അക്സെപ്റ്റ് ചെയ്യില്ല. അത് പൂർണ്ണമായും ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വമായിരിക്കും. അവരായിരിക്കും അതിന്റെ മുഴുവൻ ഇൻഷുറൻസും പേ ചെയ്യേണ്ടത്. അതിലൂടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവയെല്ലാം ഫേസ് ചെയ്യേണ്ടത് ഏത് രാജ്യമാണോ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അവരായിരിക്കും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഇതായിരുന്നു അമേരിക്കയുടെ നിയമം, ഇന്റർനാഷണൽ നിയമവും.
എന്നാൽ ഇന്ത്യ ഇതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതായത് ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ഒരു ഉപരോധത്തിൽ നിന്നും ഇന്ത്യയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ത്യ പറഞ്ഞത് അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ലയബിലിറ്റി ഞങ്ങൾ ഏറ്റെടുക്കാം, എന്നാൽ നിങ്ങൾ നൽകുന്ന എക്യുപ്മെന്റ്സ് കാരണം, നിങ്ങൾ നൽകുന്ന ഒരു ഫ്യൂൽ റോൾസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ആ ഒരു ടെക്നോളജിക്കൽ മാൽഫങ്ഷൻ കാരണം ഒരു ന്യൂക്ലിയർ ആക്സിഡന്റ് സംഭവിച്ചാൽ അതിന്റെ ലയബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം, അതിന്റെ ഇൻഷുറൻസ് നിങ്ങൾ തന്നെ പേ ചെയ്യണം. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യ കൊണ്ടുവരുന്നു. ഇത് അമേരിക്കയിലുള്ള ചില പ്രധാനപ്പെട്ട കമ്പനികൾ, പ്രധാനമായും അമേരിക്കയുടെ ഏറ്റവും വലിയ വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക് കോർപ്പറേഷൻ, ജനറൽ ഇലക്ട്രിക്സ്, ഇവർ രണ്ടുപേർക്കും വലിയൊരു ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാക്കി. കാരണം ഓരോ ന്യൂക്ലിയർ പവർ പ്ലാന്റിലും ഏകദേശം 300-400 മില്യണോളം ഇവർക്ക് ചിലവാക്കേണ്ടി വരും. ഇൻഷുറൻസിന് വേണ്ടി മാത്രം പേ ചെയ്യേണ്ട ആവശ്യം വരും. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഇത് എത്രത്തോളം അവർക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയണ്ടേ? ഇവർ സമ്പാദിച്ചതിൽ പകുതിയിൽ കൂടുതലും ഇൻഷുറൻസിന് വേണ്ടി തന്നെ ചിലവാക്കേണ്ടി വരും. മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തിൽ, അതായത് അവിടെ ഒരു അപകടം സംഭവിച്ചു, ഇവർ നൽകിയ എക്യുപ്മെന്റ്സ്, ഇവർ കൊടുത്ത ടെക്നോളജീസ് കാരണമാണ് പ്രശ്നം ഉണ്ടായത്, ഇങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ 80 വർഷത്തോളം ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു സർക്കാരിന് ഇവർ പെനൽറ്റി പേ ചെയ്യണം. ഇന്ത്യൻ ഗവൺമെന്റിന് പെനൽറ്റി പേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഇന്ത്യ കൊണ്ടുവന്നതിന് ശേഷം ഈ കമ്പനികൾ ആരും ഇന്ത്യക്കുള്ളിലേക്ക് വരാൻ സമ്മതം അറിയിച്ചില്ല. എല്ലാവരും പുറത്തു നിന്നു. പക്ഷെ റഷ്യ ചെയ്തത്, ഇവയ്ക്കെല്ലാം ഞങ്ങൾ തയ്യാറാണ്, ഏത് തരത്തിലും ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾ പറയുന്ന ലയബിലിറ്റി എമൗണ്ട് ഞങ്ങൾ നൽകാം, ഒരു പക്ഷെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ ഞങ്ങൾ ലയബിലിറ്റി നൽകാൻ തയ്യാറാണ്. ഇങ്ങനെ ഇന്ത്യയിലേക്ക് കാലെടുത്ത് വച്ചു. ഇന്ന് റഷ്യയുടെ നിയന്ത്രണത്തിൽ, അതായത് റഷ്യയുടെ സഹായത്തിലൂടെ ഒരുപാട് ആണവ നിലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാനമായും ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പറയേണ്ടത് കൂടംകുളം പവർ സ്റ്റേഷനാണ്. 2012-16 2 റിയാക്ടേഴ്സ് അവിടെ ആക്ടിവേറ്റ് ചെയ്തു. അടുത്ത 3-ാമത്തെയും 4-ാമത്തെയും റിയാക്ടേഴ്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണികൾ വളരെ തീവ്രമായി നടക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പക്കൽ ഒരുപാട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായും നമ്മുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും കൂടിയ തോറിയം റിസർവ് ഉണ്ട്. ഈ തോറിയം മാത്രം ഫ്യൂവലായി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. 22-ൽ പകുതിയിൽ കൂടുതലും സ്മോൾ റിയാക്ടേഴ്സ് ആണ്. ഈ സ്മോൾ റിയാക്ടേഴ്സിൽ ലിക്വിഡ് സോഡിയം കൂളന്റായി യൂസ് ചെയ്ത് യുറേനിയവും പ്ലൂട്ടോണിയവും ഇൻഫ്യൂസ് ചെയ്ത് ഫ്യൂവലായി ആക്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അതായത് തോറിയം ഫ്യൂവലായി യൂസ് ചെയ്യുന്നതിന് മുൻപ് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായി എൻറിച്ച്ഡ് യുറേനിയവും പ്ലൂട്ടോണിയവും ഓക്സിഡൈസർ പോലെ യൂസ് ചെയ്യും. അപ്പോൾ ഹെവി വാട്ടർ റിയാക്ടേഴ്സിന് ഇത് സെറ്റ് ആകില്ല. പൂർണ്ണമായും യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഇത് മാത്രം യൂസ് ചെയ്യാം. എന്നാൽ അമേരിക്ക ഇത് നമുക്ക് നൽകാൻ തയ്യാറായില്ല. അപ്പോൾ റഷ്യ ഈ 2 ന്യൂക്ലിയർ റിയാക്ടേഴ്സിനും ആവശ്യമായ ലൈഫ് ടൈം ഫ്യൂവൽ നൽകിയിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതും പുടിൻ വന്ന അതേ സമയത്ത് മറ്റൊരു സ്പെഷ്യൽ കാർഗോ ഫ്ലൈറ്റിൽ ഈ ഫ്യൂവൽസ് എല്ലാം അവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ്. ഇത് പല $1 ബില്യൺ പ്രോജക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു മാസം വാങ്ങുന്ന ഓയിൽ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവനും ഒരു ഓയിൽ വാങ്ങിയാൽ പോലും ഈ റിയാക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു വിലയ്ക്ക് ഇതൊരിക്കലും മാച്ച് ആകില്ല. അങ്ങനെ ഉള്ളപ്പോൾ 4 റിയാക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല 2045-നുള്ളിൽ ആണവോർജ്ജ വൈദ്യുതിയെ നോക്കി പോകണം എന്ന് പാർലമെന്റിൽ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു. അതായത് നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്ത് വീണ്ടും ഒരുപാടിടങ്ങളിൽ ആണവ നിലയങ്ങൾ വരാൻ പോവുകയാണ്. ഇതിന് പിന്നിൽ ഒരുപാട് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ റിസ്കിയായ കാര്യമാണ്. പവർ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് അധികമാക്കാൻ കഴിയും ആവശ്യത്തിനനുസരിച്ചതുപോലെ. മാത്രവുമല്ല ട്രഡീഷണൽ ഫോസിൽ ഫ്യൂവൽസിനെ വിശ്വസിക്കേണ്ടി വരില്ല. പക്ഷേ എത്രത്തോളം ഇതിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുവോ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു അത്രത്തോളം ആണവ നിലയങ്ങളിൽ പ്രശ്നമുണ്ട്. ഡിസാസ്റ്റർ അവിടെ സംഭവിക്കാത്തിടത്തോളം പ്രശ്നമില്ല. ഫുകുഷിമ, ഷെർണോബിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആണവ നിലയങ്ങൾക്കെതിരെയുള്ള ഒരു എതിർപ്പ് ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ ഇവിടെ ഇന്നുവരെയും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളൊരു വിശ്വസ്തമായ കാര്യം, ഒരു സമാധാനം നൽകുന്ന കാര്യം. റഷ്യ ഇപ്പം ഇങ്ങനെ ഒരു ഓഫർ നൽകിയിട്ടുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നൽകും എന്നും. എനർജി പ്രൊഡ്യൂസ് ആകും, ഫോസിൽ ഫ്യൂവൽസ് നമുക്ക് പൂർണ്ണമായും സേവ് ചെയ്യാൻ കഴിയും. എന്നാൽ ജനങ്ങളുടെ സേഫ് എന്നൊരു കാര്യം വരുമ്പോൾ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ചേ മതിയാവുകയുള്ളൂ. ആണവോർജ്ജ നിലയങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും കഴിയില്ല. കാരണം ഫ്യൂച്ചർ എനർജി സോഴ്സ് നമ്മൾ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് തരത്തിലും ജനങ്ങൾക്ക് പ്രശ്നം വരാത്ത രീതിയിൽ, ഏതൊരു ഊർജത്തിന്റെ ലീക്കും വരാത്ത രീതിയിൽ ഈ റിയാക്ടേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഇത് തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ്. അതിൻ്റെ ഒരു വലിയ ഓഫറാണ് റഷ്യ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? $4 ബില്യൺ ഈ 2 റിയാക്ടേഴ്സ് ഇപ്പോൾ റെഡി ആവുകയാണ്. അതിന്റെ ഫ്യൂവൽ കോസ്റ്റ് പോലും പല $1 ബില്യൺ വരും. അതിന്റെ മെയിൻ്റെനൻസും പല $1 ബില്യൺ വരും. ചിലവ്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ റഷ്യ ചെയ്യാൻ പോവുകയാണ്. റഷ്യയുമായി നമ്മൾ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. ഇത് അമേരിക്കയ്ക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും. ഇതിന് ട്രംപ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.